ജോയ്സ് അച്ഛ, ബിഷപ്പ് ഹെൻറി വർഗീസ്, പിന്നെ ഇവിടെ ഉപസ്ഥരായിരിക്കുന്ന എല്ലാ വൈദികരും സിസ്റ്റേഴ്സും മാതാപിതാക്കളും കുട്ടികളും എല്ലാവരെയും വന്ന് ഇവിടെ വന്ന് സംബന്ധിക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. 2016 തോന്നുന്നു ഞാൻ ഇവിടെ കറുകുറ്റി ഭാഗത്ത് ഫിയാദ് മിഷൻ്റെ ഗ്രേറ്റ് ഗ്യാതറിംഗ് ഓഫ് മിഷൻസ് കൺവെൻഷനിൽ പങ്കെടുക്കാൻ വന്നായിരുന്നു. ആ സമയത്ത് ജോയ്സൻ എന്നെ സമീപിച്ച് എന്നോട് പറഞ്ഞു, ഒരു സന്യാസിയായിട്ട് ജീവിക്കുകയാണ് വടക്കേ ഇന്ത്യയിലെവിടെയോ, ഒരു മിഷണറി വൈദികനായിട്ട് ജോലി ചെയ്യാൻ ആശയമുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി വളരെ തീഷ്ണതയുള്ള ഒരു വ്യക്തിയാണ് സുവിശേഷം പ്രസംഗിക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ ഐക്യനാഥിലേക്ക് വന്ന് ക്ഷണിച്ചു. അവിടെ വന്ന് ഞങ്ങളുടെ വർഷം താമസിച്ചെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഫിലോസഫിയും തിയോളജിയും പഠിക്കാൻ പോയി. അങ്ങനെ ഇന്ന് ആ പഠനവികാസം ആരംഭിച്ച് ഇന്ന് ഒരു വൈദികനാവുകയാണ്. അത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഐക്യനാഥ രൂപതയുടെ പേരിൽ ബിഷപ്പ് ബെന്നിയെ ജോസിനെ സ്വാഗതം ചെയ്തു. ഞാനും സ്വാഗതം ചെയ്ത് നമ്മുടെ രൂപതയിൽ നല്ലൊരു അച്ഛനായിട്ട് വൈദികനായിട്ട് ജോലി ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ള എല്ലാ ആശംസകളും നേരുന്നു. അതോടുകൂടി ജോസിനച്ഛൻ്റെ കുടുംബാംഗങ്ങളുണ്ട്, മാതാവ് ഇവിടെയുണ്ട്, മറ്റുള്ള കുടുംബാംഗങ്ങളുണ്ട്. അവരെല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾ ഞങ്ങളുടെ രൂപതയ്ക്ക് ഒരു വലിയ ദാനം തന്നിട്ടുണ്ട്. ആ ദാനത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. പിന്നെ ഇത് തിരുകുടുംബത്തിൻ്റെ തിരുനാൾ ദിവസമാണ്. നമ്മുടെ ദൈവവിളികളെല്ലാം കുടുംബങ്ങളിൽ നിന്ന് വരികയുള്ളൂ, വേറെ നിന്നും വരികയുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ കുടുംബജീവിതം നന്നായി വന്നാൽ ആ കുടുംബങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും ദൈവവിളികളുണ്ടാവും. നമ്മുടെ കേരളത്തിലായാലും ഇവിടെയുള്ള ഈ രൂപതകൾക്കായാലും സന്യാസമൂഹങ്ങൾക്കായാലും മിഷൻ പ്രദേശത്തേക്കായാലും എവിടേക്കായാലും കത്തോലിക്ക സഭയ്ക്ക് ഇനിയും ദൈവവിളി ആവശ്യമുണ്ട്, നല്ല ദൈവവിളി ആവശ്യമുണ്ട്. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ദൈവവിളി ആവശ്യമുണ്ട്. അത് നമ്മുടെ ഇവിടെ ഈ സുന്ദരമായ ഇടവകയിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ പള്ളി വരുന്നത്. വളരെ മനോഹരമായ പള്ളിയാണ്. ഇത് കണ്ട് ഞങ്ങൾ അതിശയിച്ച് കൊണ്ടുപോയി. ഇത് പണിയിപ്പിച്ച നിങ്ങളെ എല്ലാവർക്കും എല്ലാവർക്കും ഞാൻ അനുമോദിക്കുന്നു. ഇത് വളരെ സുന്ദരമായ പള്ളി നിങ്ങളിവിടെ പണിതെടുക്കുക. ഇതെല്ലാം നല്ലതാണ്. ഇതെല്ലാം എപ്പോഴും നമ്മളുടെ വിശ്വാസത്തെ പ്രഘോഷിക്കുന്ന ഒരു പള്ളിയാണ്. ഇത് കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും അറിയാം നമ്മൾ ദൈവത്തിൽ വളരെ വിശ്വസിക്കുന്ന ആളുകളാണ്. കാരണം ഇത്രയും ചെയ്യണമെങ്കിൽ നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ട് വേണം. ദൈവത്തോട് സ്നേഹമില്ലെങ്കിൽ ആ ബുദ്ധിമുട്ട് ചെയ്യാൻ നമുക്ക് പറ്റുകയില്ല. ഇതെല്ലാം നമ്മുടെ എല്ലാം ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെയും ഭയത്തിൻ്റെയും പ്രതീകമാണ് ഇത്രയും നല്ല പള്ളി. അതും നിങ്ങളെല്ലാവരെയും അനുമോദിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.